കിഴക്കൂന്ന് പടിഞ്ഞാറോട്ട് 44 നദികൾ ഒഴുകുന്ന സ്ഥലത്ത് തെക്കൂന്ന് വടക്കോട്ട് എംബാങ്ക്മെൻറ്റും ഇതിനെ കെട്ടിയടച്ചുള്ള ഒരു വികസന പ്രവർത്തനം ഒരു നാടിന് യോജിച്ചതാണ്. ഫണ്ടമെൻ്റൽ. ഒരു പക്ഷേ നമുക്കത് പ്രശ്നം എടുത്തില്ല, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ചിലപ്പം അവർ വന്ന് പറയും യമുനൊക്കെ എന്താണ് ചെയ്തിട്ട് പോയതെന്ന് ചോദിക്കും. 10 വർഷം മുമ്പ് ഓഖി വന്നപ്പം പറഞ്ഞത് ഇത് ആദ്യത്തെ അനുഭവമാണെന്ന്. പ്രളയം വന്നപ്പോഴും ആദ്യത്തെ അനുഭവമാണ്. പക്ഷേ ഈ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ ഒരു ചെറിയ മഴയ്ക്ക് നമ്മുടെ മുമ്പിലുള്ള പാഠം എന്ന് പറയുന്നത്. റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അത് നെതർലാൻഡ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത അതേപോലെ നമുക്ക് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെതർലാൻഡ്സിൽ ഇത് ഉണ്ടാക്കിയതിനേക്കാളും മുന്നേ തന്നെ കേരളത്തിലെ കുട്ടനാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ തുലാമഴയും ഈ മൺസൂൺ മഴയും വലിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വലിയ വാട്ടർ സ്കേർസിറ്റി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എല്ലിനും ആയതുകൊണ്ട് ചൂടും കൂടുതലായി. അപ്പോൾ ഇത്തവണ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായി. അപ്പം അതിനെ മേഘവിസ്ഫോടനമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം മുന്നേ നമുക്ക് കളമശ്ശേരിയിലടക്കം മേഘവിസ്ഫോടനം ഉണ്ടാവുക, അതിൽ നമുക്കൊരു ഭയം ഉള്ളിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഘവിസ്ഫോടനം ശരിക്കും ഇവിടെ സ്ഥിരമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഇനി വരുന്ന കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മഴയിൽ തന്നെ മേഘവിസ്ഫോടനം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? കേരളം അതിനോട് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം മൺസൂണിൻ്റെ മാറ്റത്തിൽ ഞങ്ങളുടെ പഠനങ്ങളിലൊക്കെ കണ്ട മറ്റൊരു ശ്രദ്ധേയമായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിലുണ്ടാകുന്ന മേഘങ്ങളുടെ രൂപീകരണത്തിലുണ്ടാകുന്ന മാറ്റമാണ്. അത് കാരണമാണ് ഈ യഥാർത്ഥത്തിൽ തീവ്രമായിട്ടുള്ള മഴ ലഭിക്കുന്നത്. മേഘങ്ങളാണല്ലോ മഴയെ കൊണ്ടുവരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് മൺസൂൺ ടൈമിൽ ഒരു 5-6 കിലോമീറ്റർ വരെ ഹൈറ്റിലുള്ള അത്രയും കട്ടിയുള്ള മേഘങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളർന്ന് ഒരു 10 കിലോമീറ്റർ വരെ, നോർമലായിട്ടൊരു 8-10 കിലോമീറ്റർ വരെ, 5-6 കിലോമീറ്ററിൽ നിന്ന് 8-10 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേന് ഈ ഹൈറ്റിൽ നിന്ന് ക്ലൗഡ് ഈ ഹൈറ്റ് ആവുക. അപ്പോൾ അത്രയും തിക്നെസ്സിൽ വെള്ളമാണ് സംഭരിക്കുന്നത്. ഇത് മൺസൂൺ സമയത്ത് ഇത് വൈഡ് ഏരിയയിലാണ്, ഒരു 5000-6000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഇത് രൂപപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഈ 2 കിലോമീറ്റർ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് 2 കിലോമീറ്റർ എങ്ങനെ കിടക്കുക? അത് 5000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ അത്രയും വെള്ളമാണ് ഒരു ഏരിയയിലേക്ക് എക്സസ് എത്തുന്നത്. ഞാനിത് പറയുമ്പം പലരും ക്ലൗഡ് ബസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ ലഘുമേഘ വിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ടുണ്ട്. കാരണം ഇതിനെ ഒരു ടെർമിനോളജിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരണം. കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ചില്ല, 200 മില്ലിമീറ്റർ മഴ 24 മണിക്കൂർ കിട്ടുന്നതും 250 മില്ലിമീറ്റർ മഴ 6 മണിക്കൂർ കൊണ്ട് കിട്ടുന്നതും രണ്ടും എഫക്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെ രണ്ടിനെയും ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യണം. ഒരു പക്ഷേ അന്നത്തെ മഴ 200 മില്ലിമീറ്റർ 24 മണിക്കൂർ കൊണ്ട് പെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പം ആ ഒരു ഡിസ്ക്രിമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ എന്ത് പേര് വേണമെങ്കിലും പിടിച്ചു. ക്ലൗഡ് ബസ്റ്റ് എന്നോ അല്ലെങ്കിൽ ലഘുമേഘ വിസ്ഫോടനമെന്നോ അല്ലെ വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പേര് വിളിച്ചോട്ട്. പക്ഷെ അതിനൊരു ഡിഫറൻസിയേഷൻ വേണ്ടേ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഇതാണ് സംഭവിക്കുന്നത്. ഈ 2 കിലോമീറ്റർ ഡെപ്ത് കൂടി 1 കിലോമീറ്റർ കൂടിയാൽ തന്നെ അത്രയും വെള്ളം കൂടുതലല്ലേ. അപ്പം ഈ ക്ലൗഡാണ് ഈ മേഘങ്ങളെന്ന് പറഞ്ഞാൽ മൺസൂൺ ടൈമിൽ ഒരു ക്ലൗഡല്ല, മേഘക്കൂട്ടങ്ങളാണ്. അപ്പോൾ ഇത്തരം കട്ടി കൂടിയ മേഘക്കൂട്ടങ്ങളാണ് ലാൻഡിലേക്ക് വരുന്നത്. നമുക്കൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ സ്പെല്ലിലായാലും ഈ ഞങ്ങളുടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീ ഓഫ് കേരള കോസ്റ്റാണ്, അവിടെയാണ് ഇത് രൂപപ്പെടുന്നത്. പക്ഷെ അതിലൊരു 10-15% മാത്രമേ ലാൻഡിലേക്ക് കയറി വരാറുള്ളൂ. ബാക്കി കടലിൽ തന്നെ അങ്ങ് മഴ പെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ സേഫാണ്. അപ്പോൾ ഈ സംഭവിക്കുന്നത് കാറ്റാണ് ഇതിലെ പ്രധാന വില്ലൻ. കാറ്റ് കൂടെ നല്ല രീതിയിൽ ഫേവർ ആണെങ്കിൽ ഇത് കരയിലേക്ക് കയറും. അന്നേരം ഈ പറഞ്ഞ പോലെ ഇപ്പം മീനച്ചിൽ, മണിമല, ഈ പീരുമേട്, ആ ഒരു ടെറൈൻ ഓറോഗ്രഫി ഇതിനെ നന്നായിട്ട് കുറച്ചുകൂടി ഉയർത്തും. അപ്പം 10 കിലോമീറ്ററിൽ വരുന്ന മേഘങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങും. അവിടെ ചെല്ലുമ്പോഴത്തേന് ഇതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂടാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിനോടനുസരിച്ച് വീണ്ടും കാറ്റ് ഇതിനെ കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തട്ടി നിർത്തപ്പെടുകയാണ്. ഇവിടെ വരെ ഈ മേഘങ്ങൾ വരുന്നു, ഇത് തട്ടി നിർത്തുന്നു, ഇത് മേളോട്ട് വളരുന്നു, വീണ്ടും ഇതിലേക്ക് കൂടി വരികയാണ്. അപ്പം ഈ മേഘക്കൂട്ടങ്ങൾ അവിടെ വന്ന് കേന്ദ്രീകരിക്കപ്പെട്ട് അവിടെ ഒരു മേഘമായിട്ടല്ല വരുന്നത്. ക്ലൗഡ് ബസ്റ്റൊക്കെ ചെറിയ മേഘക്കൂട്ടങ്ങളാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഈ മൺസൂൺ സമയത്തെ സംബന്ധിച്ച് മേഘങ്ങളുടെ പുറകിൽ മേഘങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇരുന്ന് അവിടെ തന്നെ നിന്ന് പെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ഇത് കടലിൽ പെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്റൻസിറ്റിയിലാണ് ലാൻഡിൽ പെയ്യുന്നത്. അതെ. ലാൻഡിലേക്ക് വരുമ്പോഴത്തേന് ഈ മേഘക്കൂട്ടങ്ങൾ കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂട്ടാം. കാരണം തടഞ്ഞു നിർത്തപ്പെട്ട് അവിടെ കേന്ദ്രീകരിക്കപ്പെട്ട് കുറച്ചുകൂടെ മറ്റേടത്ത് കഴിഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് അവിടെ നിന്നങ്ങ് പെയ്യുകയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ടാണ് ഇതിനെ
മേഘവിസ്ഫോടനം, ലഘുമേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 100 മില്ലിമീറ്റർ ഒരു മണിക്കൂർ കിട്ടുന്നതിനാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത് 200 250 മില്ലിമീറ്റർ 3 മണിക്കൂർ കൊണ്ടും 4 മണിക്കൂർ കൊണ്ടും കിട്ടുന്നത്. അപ്പം ഇൻ എഫക്റ്റ് 100 മില്ലിമീറ്റർ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ 3-4 മണിക്കൂർ കൊണ്ട് 200 മില്ലിമീറ്റർ കിട്ടിയാൽ കിട്ടും. എഫക്റ്റ് രണ്ടും ഏകദേശം അതിനേക്കാളും ചിലപ്പോൾ സിവിയർ ആയിരിക്കും ഈ 3 മണിക്കൂർ കൊണ്ട് 250 മില്ലിമീറ്റർ മഴ കിട്ടുന്നത്. അപ്പം അതിനെ ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയാണ് ലഘുമേഘവിസ്ഫോടനം, മിനി ക്ലൗഡ് ബസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, മീസോ സ്കെയിൽ മിനി ക്ലൗഡ് ബസ്റ്റ്. അതാണ് പ്രധാനപ്പെട്ടത്. സാധാരണ ക്ലൗഡ് ബസ്റ്റ് ഒക്കെ ചുരുങ്ങിയ ഇപ്പം 2024 മെയ് മാസം 28-ാം തീയതി കളമശ്ശേരിയിൽ ഉണ്ടായ ഒരു മേഘവിസ്ഫോടനം ഉണ്ട്. അത് ചുരുങ്ങിയ പ്രദേശമാണ്, കളമശ്ശേരി കാക്കനാട് ഏരിയ മാത്രമേ ഉണ്ടായുള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ ചെറിയ മേഘക്കൂട്ടങ്ങളാണ്. അതുകൊണ്ടാണ് അത് ഒറ്റ മണിക്കൂർ കൊണ്ട് നിന്നത്. അതേസമയം ഈ മേഘക്കൂട്ടങ്ങളായിരുന്നെങ്കിൽ കാക്കനാടും കളമശ്ശേരിയും ഒക്കെ ഒരു 2 മണിക്കൂർ ആ മഴ നീണ്ടു നിന്നതെങ്കിൽ അത് വാഷ് ഔട്ടായി പോയി. കാരണം അപ്പം തന്നെ നമ്മുടെ വീടുകളുടെ അടുക്കൊക്കെ വെള്ളമായി. ഒരിക്കലും വെള്ളം 2018 പോലും വെള്ളം പൊങ്ങാത്ത സ്ഥലത്ത് ആ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടല്ല ഒറ്റ മണിക്കൂർ കൊണ്ടുള്ള മഴ കൊണ്ട് അതിനെയാണ് നമ്മൾ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറി ഞങ്ങൾ അവതരിപ്പിച്ചത് 2019 കവലപ്പാറ പുത്തുമല ദുരന്തത്തിന് ശേഷമാണ്. അവിടാണ് ഈ ഒരു സാധനം നമുക്ക് ആദ്യം നോട്ടീസ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ അവതരിപ്പിച്ചപ്പം വലിയ പ്രശ്നമായിരുന്നു, കേരളത്തിൽ ഇതുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. കേരളത്തിൽ പക്ഷെ അതിനുശേഷം 2021 ഈ കൂട്ടിക്കൽ കൊക്കയാർ ഈ സെയിം മീനച്ചിലിന്റെ അപ്പർ കാശ്മീർ 2021 ഇതിനേക്കാളും സിവിയർ ആയിട്ടുണ്ടായിട്ടുണ്ട്. 16-17 പേര് മരിച്ചിട്ടുണ്ട്. അത് ഇതിനേക്കാളും വലിയ മേഘവിസ്ഫോടനമായിരുന്നു. ഇത് പ്രത്യേകതല്ല, അത് യഥാർത്ഥ മേഘവിസ്ഫോടനമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ 8:30 തുടങ്ങിയ മഴ 11 മണിയായപ്പം തീർന്നു. ആ മഴ കൊണ്ട് ഇവിടെ നമ്മുടെ താഴെ ഇപ്പോൾ ഈരാറ്റുപേട്ടയിലാണ് പ്രശ്നം ഉണ്ടായത്. താഴെ പൂഞ്ഞാറും ഈരാറ്റുപേട്ടയൊക്കെ മുങ്ങിയായിരുന്നു. ഒരു KSRTC ബസ്സിൻ്റെ മോളി വരെ വെള്ളം കയറി വന്നില്ലേ, ഓടിക്കൊണ്ടിരുന്ന ഒരു ഇതില്ലേ. അപ്പം അതാണ് അതിൻ്റെ ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. ഇത് പറഞ്ഞപ്പം പലരും എന്നെ ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, കേരളത്തിൽ ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ്. കാരണം ഇതുണ്ടാകുന്നത് കൂടുതലും ഈ ഉത്തരാഖണ്ഡിലും ഹിമാലയൻ റീജിയനിലുമാണ്, കേരളത്തിൽ ഉണ്ടാകത്തില്ല. അത് ഞാൻ ആൾക്കാരെ പാനിക്കാക്കുക, എനിക്കെതിരെ കേസ് കൊടുക്കാൻ വരെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയെന്നാണ് കേട്ടത്. പക്ഷേ അതിൻ്റെ വാശിക്ക് യഥാർത്ഥത്തിൽ ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് മഴയളവെന്ന് പറഞ്ഞാൽ ഇന്നലെ 8:30 തൊട്ട് ഇന്ന് 8:30 വരെ ഒരു ദിവസം എത്ര മഴ കിട്ടിയതേ നമുക്കറിയാൻ പറ്റും. മറ്റേ ഈ മേഘവിസ്ഫോടനമൊക്കെ പഠിക്കണമെങ്കിൽ ഓരോ മിനിറ്റിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറിലുള്ള മഴയുടെ അളവ് കിട്ടിയാലേ അത് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെങ്കിൽ മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് മഴ അളക്കുന്ന ഓട്ടോമാറ്റിക് റെയിൻ ഗേജസ് വേണം. ഇപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ്റെ പാർട്ടായിട്ട് ഓട്ടോമാറ്റിക് റെയിൻ ഗേജസ് ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ ഒരു ഫണ്ടിൽ ഞങ്ങൾ ഒരു 8-10 സ്ഥലത്ത് ഇത്തരം ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് സ്ഥാപിച്ചു. മാലിയങ്കര ഞങ്ങളുടെ കുസാറ്റ് ക്യാമ്പസിൽ, പിറവം ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ, പിന്നെ നേരിയമംഗലം, പിന്നെ ഈ മീനച്ചിൽ ബേസിൽ വാഗമണ്ണിൽ, മേച്ചാൽ, പാതാമ്പുഴ. ഈ മീനച്ചിൽ വാഗമണ്ണിൽ 314 മില്ലിമീറ്റർ മഴ കിട്ടിയെന്ന് പറയുന്നില്ലേ, അത് ഞങ്ങളുടെ AWCയുടെ റീഡിങ്ങാണ്. അത് ഏജൻസികളുടെയും IMDയുടെയും ഒന്നും റീഡിംഗ് അല്ല. അപ്പം ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഥ ഇരുന്നു. 2021 ശേഷം 22-ലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ 24 മെയ് 28, അതിന് മുമ്പൊരു ദിവസമുണ്ട്, മെയ് 23-ഓ 24-ഓ. ആ ദിവസവും മാലിയങ്കരയിലെ ഞങ്ങളുടെ ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ 94 മില്ലിമീറ്റർ മഴ കിട്ടി, മാലിയങ്കര സ്റ്റേഷനിൽ. പക്ഷേ IMD പറഞ്ഞേക്കുന്ന 100 മില്ലിമീറ്റർ കിട്ടിയാലേ മേഘവിസ്ഫോടനം എന്ന് പറയാൻ പറ്റൂ. ഈ 6 മില്ലിമീറ്റർ മഴ, 1 സെൻറ്റിമീറ്റർ താഴെ 6 മില്ലിമീറ്റർ മഴ കുറവായിട്ട് നമ്മളതിനെ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞിട്ടില്ല. അതുണ്ടായിട്ട് പോലും നമ്മളത് മിണ്ടിയിട്ടില്ല. യഥാർത്ഥം സംഭവിക്കുന്നത് ഈ മഴയ്ക്കും മേഘത്തിനും റെയിൻ ഗേജിനകത്തൊന്നും പെയ്യാൻ പറ്റില്ലല്ലോ. ഇതിന് തുല്യമായിട്ടുള്ള മഴ ഒരുപക്ഷെ റെയിൻ ഗേജ് ഇരിക്കുന്നതിൻ്റെ വെളിയിലായിരിക്കും പെയ്തിട്ടുള്ളത്. അപ്പം പണ്ടും ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനോ അളക്കാനോ പറ്റിയിട്ടില്ല. എക്യുപ്മെന്റ്സ് ഇല്ല. ഇത് പലപ്പോഴും കാട്ടിലുമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോഴാണല്ലോ കാട്ടിലൊക്കെ ആൾക്കാർ പോയി താമസിക്കുമ്പം അവിടെ പ്രശ്നം വരുന്നതാണല്ലോ പ്രശ്നം. അപ്പം ഇത് നമ്മൾ അറിഞ്ഞു പോകത്തില്ല. ഈ പറഞ്ഞ പോലെ ഈ നദികളിൽ മലവെള്ളപ്പാച്ചിലായിട്ട് വെള്ളം പൊങ്ങുമ്പോഴായിരിക്കും എവിടെയെങ്കിലും മഴ കാട്ടിൽ പെയ്തിട്ടുണ്ടോ നമ്മൾ അറിയുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ആ വർഷം തന്നെ 5 ദിവസം കഴിഞ്ഞ് മെയ് 28-ാം തീയതി നമ്മുടെ കളമശ്ശേരിയിലെ കുസാറ്റ് ക്യാമ്പസിലെ AWCയിൽ കറക്റ്റ് 103 മില്ലിമീറ്റർ മഴ 1 മണിക്കൂർ കൊണ്ട് കിട്ടി. അവിടെയും ഞാൻ രക്ഷപ്പെട്ടത് IMDയുടെ തന്നെ ഒരു AWC ഉണ്ട് കളമശ്ശേരിയിൽ, ഈ KSEBയിൽ. അവിടെയും അവർക്ക് എക്സാക്റ്റ് 100 മില്ലിമീറ്റർ കിട്ടി. ഞാനത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട്
ഞാനിത് പറഞ്ഞ ആൾക്കാരെ അതായത് ഇത് പാനിക്കാക്കുമെന്ന് പറയുന്നവരാരും അന്ന് അനുഭവിച്ചിട്ടില്ല. ഞാൻ കണ്ടറിഞ്ഞതാണ്. അവിടെ വെള്ളം കയറിയതും 2028 പോലും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് ചുറ്റും വെള്ളം കയറിയിട്ടില്ല. 18 പോലും. പക്ഷേ ഈ ഒരു ഒറ്റ മണിക്കൂറുള്ള മഴ കൊണ്ട് വെള്ളം ഒരിക്കലും കയറുന്ന സ്ഥലങ്ങൾ വരെ ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളം കയറി. അതാണ്. അപ്പം സയൻസ് നമുക്ക് എവിഡൻ്റ് ആണ് പലതിലും. നമ്മളത് ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്. അത് വെച്ച് പറഞ്ഞാൽ പോലും നമുക്ക് പലപ്പോഴും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ പ്രൂവ് ചെയ്യും. അപ്പം ക്ലൗഡ് ബേസ്ഡ് ഞങ്ങളത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത്തരം കട്ടി കൂടിയ മേഘങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ 2021 ആ പേപ്പർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പശ്ചിമഘട്ടം ഇതായി, സ്ട്രീംസ് വെള്ളം എടുക്കുന്നില്ല. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാലേ ഇത്തരം മഴയെ പ്രതിരോധിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ആസ് എ അക്കാഡമിഷ്യൻ ഞങ്ങൾക്ക് അത് സംഭവിക്കുന്നു, അത് സംഭവിച്ചിട്ടുണ്ടെന്നും പറയാനേ നമുക്ക് പ്രൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം പണ്ട് ഉള്ള വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരെ വരെ, യേശുക്രിസ്തുവിനെ വരെ കല്ലെറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞ പോലെ നമുക്ക് അതേ പറയാൻ പറ്റൂ. പോളിസി, അതാ നിങ്ങൾ ചോദിച്ചത്, പോളിസി ലെവലിൽ അത് എന്ത് രീതിയിൽ ഗ്രൗണ്ട് ലെവലിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതിനനുസരിച്ച് വികസന മാതൃകകൾ മാറണം, അതൊക്കെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് കേരളയിലാണോ വേണ്ടത്, തുരങ്കപാതയാണോ വേണ്ടത്, അതെവിടെ വേണം. ഞാൻ തുരങ്കപാതയ്ക്കോ വികസനത്തിനോ ഒന്നും എതിരല്ല. വികസനം ഉണ്ടെങ്കിലേ ഒരു നാട് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷെ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുവരാവും. കിഴക്കൂന്ന് പടിഞ്ഞാറോട്ട് 44 നദികൾ ഒഴുകുന്ന സ്ഥലത്ത് തെക്കൂന്ന് വടക്കോട്ട് എംബാങ്ക്മെന്റും ഇതിനെ കെട്ടിയടച്ചുള്ള ഒരു വികസന പ്രവർത്തനം ഒരു നാടിന് യോജിച്ചതാണോ? ഫണ്ടമെന്റൽ പഠനമൊന്നും വേണ്ട, വലിയ ശാസ്ത്രബോധം വേണ്ട, ലേമാൻ ക്വസ്റ്റ്യനാണ്. പറ്റുമോ? അതിന് സ്വന്തം വീട്ടിലൊരു ചരിവുള്ള പ്രദേശത്താണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമോ? വെള്ളം ഒഴുകി പോകാനുള്ള ശ്രമിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ വികസന പ്രവർത്തനം ആ രീതിയിലാണ്. നമ്മുടേത് എന്താ പറയുക, നോർത്ത് സൗത്ത് വികസനം, ഹൈവേകളായാലും എല്ലാം നമ്മൾ നോർത്ത് സൗത്താണ്, കുറുകയാണ്. ഇതിൻ്റെ ഹൈഡ്രോളജിയെ തടയുന്ന തരത്തിലാണ്. നമുക്ക് റോഡുകളൊക്കെ പണിഞ്ഞേ പറ്റൂ, വേണ്ടെന്ന് പറയുന്നില്ല. പണിയുമ്പം അത്രയും വെള്ളം തടഞ്ഞു നിർത്തപ്പെടുന്നത് പോകാനുള്ള സൗകര്യം കൊണ്ടൊഴുക്കണം. അതാണൊരു ഹൈഡ്രോളജിക്കൽ. പണ്ട് ബ്രിട്ടീഷുകാരാണ് ഈ പറഞ്ഞ പോലെ വയനാട് ചുരവും ബാക്കി ഒരുമാതിരി ചുരങ്ങളെല്ലാം പണിഞ്ഞേക്കുന്നത്. മൂന്നാറിന് പോകുന്ന അല്ലാതെ ഇന്ത്യയിലെ എഞ്ചിനീയർമാരും ഇത്രയും നാളായിട്ടുണ്ടല്ലോ, ഒരു നല്ലൊരു ചുരംപാത പോലും നമ്മൾ നേരെ പണിഞ്ഞു വെച്ചിട്ടില്ലല്ലോ. അത് അവർ കറക്റ്റ് ആ കോണ്ടൂറിനെ ബ്രേക്ക് ചെയ്യാതെ ആ വഴിയാണ് പോകുന്നത്. അവരാദ്യം നടത്തുന്നത് സർവേ ആണ്, ടെറൈനെ മനസ്സിലാക്കുന്നതാണ് അവരിപ്പോൾ ചെയ്യുന്നത്. കാരണം അങ്ങനെ മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രവർത്തനവും ഒരു വികസന പ്രവർത്തനവും നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്നാണല്ലോ പറയുന്നത്. സുസ്ഥിര വികസനം സുസ്ഥിരമാകത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ്. നമ്മൾ കാലാവസ്ഥ മാറുകയാണ്, അതിനനുസരിച്ച് വികസനം നടക്കണം, നമ്മുടെ നാട് മുന്നോട്ട് പോകണം, ഇല്ലേ? പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഓരോ പ്രദേശത്തിനും ഉള്ള ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നമുക്കത് പ്രശ്നം പെടുത്തില്ല, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ചിലപ്പം അവർ വന്ന് പറയും യവനൊക്കെ എന്താണ് ചെയ്തിട്ട് പോയതെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങളുടെ പഠനത്തിലെല്ലാം ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടിരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റഡ് ആവാൻ അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത വേണ്ടുന്ന സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അത് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് ഈ ഹസാർഡ് മാറും. ഹസാർഡിനെ പാറ്റ അതിനെ മാപ്പ് ചെയ്യാം. ടെറൈൻ മാപ്പിലൂടെ കുറച്ച് ഈ നമുക്ക് ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ റീജിയൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ടെറൈനും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയും പാറയുടെ ഘടനയും അവിടുത്തെ സ്ട്രീമിൻ്റെ സ്ട്രക്ചറും ഇത്രയും സാധനങ്ങൾ ബേസിക്കായിട്ട് ഉണ്ടെങ്കിൽ അതിന് കുറേയധികം സർവേ. നമുക്കിപ്പം ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലോട്ടുള്ള ഡേറ്റയേ ഉള്ളൂ, ഭൂമിയുടെ താഴെയോട്ടുള്ള ഡേറ്റ വളരെ പരിമിതമാണ്. അതാണ് ജിയോ ഫിസിക്കൽ സർവേ ഒക്കെ നടത്തുന്നത്. അതായത് ഈ മണ്ണിൻ്റെ തിക്നെസ്, അതിനെ പറഞ്ഞാൽ ഓവർ ബേർഡൻ. ഇപ്പം മണ്ണിൻ്റെ തിക്നെസ് എത്രത്തോളം കൂടുന്നോ, ബെഡ് റോക്കിൽ നിന്ന് മണ്ണിൻ്റെ തിക്നെസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഡേഞ്ചർ ആകും ആ സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയാണെങ്കിൽ. അത്രയും മാസമാണ് വേസ്റ്റ് ഇത് ചെയ്യുന്നത്, ഒഴുകിപ്പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഓരോ പ്രദേശവും ഹോട്ട്സ്പോട്ടുകൾ, അതായത് 14-15% ഏരിയ ലാൻഡ് സ്ലൈഡ് പ്രോണും അത്രയും തന്നെ ഏകദേശം ഫ്ലഡ് പ്രോണുമാണ്. അതിൽ തന്നെ എല്ലായിടത്തെയും അപകട സാധ്യത ഈക്വൽ അല്ല. അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ സർവേയിലൂടെ ഒക്കെ കണ്ടെത്താൻ പറ്റും. അപ്പം
അറ്റ്ലീസ്റ്റ് അത്തരം പ്രദേശങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത്തരം മഴ അവിടെ ഏതൊക്കെ പ്രദേശങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊന്നും വലിയ എന്താ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ചെയ്ത ഒരു കാലഘട്ടത്തിൽ ആണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അല്ല, അപ്പൊ അത് അത്തരം ഹോട്ട്സ്പോട്ടുകൾ നിലവിൽ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ കണ്ടെത്തിയിട്ടുണ്ടാവും, പല പഠനങ്ങളിലും ഉണ്ട് ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ സോണൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പോരായ്മ എന്ന് പറയുന്നതാണ് മുകളിലുള്ള ഡേറ്റയേ ഉള്ളൂ നമുക്ക് ഡെം അനുസരിച്ച്. ഇതിൻ്റെ സ്ലോപ്പാണ് പലതിലും കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ലോപ്പ് മാത്രമല്ല, ചരിവ് മാത്രമല്ല, അത് എത്രത്തോളം സിവിയർ ആണെന്ന് ഒക്കെ അതിനുള്ളിലെ അതിൻ്റെ അടിയിലുള്ള മണ്ണിൻ്റെ ഘടനയും അതിൻ്റെ അടിയിലുള്ള പാറയുടെ ഘടനയൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ഈ മഴ ഏത് പ്രദേശത്ത് എപ്പോൾ ഒന്ന് പെയ്യും, എത്ര ഇൻറ്റൻസിറ്റി പെയ്യുമെന്ന്, അതാണല്ലോ ഫസ്റ്റ് ട്രിഗർ. അപ്പം അവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ AWSകൾ വെക്കണം. ഓരോ മണിക്കൂറുകളും കിട്ടണം മഴ. അപ്പം ഓരോ മണിക്കൂറിലും മഴയുടെ അളവ് കിട്ടുന്നു, ഓരോ മണിക്കൂറിലും ഈ സോയിലിൽ എത്രത്തോളം വെള്ളം സംഭരിക്കപ്പെടുന്നു, അതായത് സോയിൽ മോയ്സ്ചർ. അത് കഴിഞ്ഞിട്ട് ഈ അതിനകത്തുള്ള സുഷിരങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടാണ് പോർ വാട്ടർ പ്രഷർ എന്ന് പറയും. ആ പ്രഷർ ബിൽഡ് ചെയ്തിട്ടാണ് ഉരുള് പൊട്ടുന്നത്, ഈ ഡെബ്രീസ് ഫ്ലോ ആയിട്ട് മാറുന്നത്. അപ്പം അതൊക്കെ ചെയ്യണമെങ്കിൽ പറഞ്ഞ പോലെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ഡേറ്റകൾ വേണം. ഞാൻ പറഞ്ഞത് ഇത് കേരളം 38,000 സ്ക്വയർ കിലോമീറ്റർ ചെയ്യണ്ട. വണ്ടറബിൾ ആയിട്ടുള്ള ഇത്തരം സ്പോട്ടുകൾ നമുക്ക് ഓൾറെഡി തന്നെ നമുക്ക് ഉള്ള ഡേറ്റ വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. അവിടെ തന്നെ ചിലപ്പം 14% ഉള്ളതിൽ ഒരു 2-3% മാത്രമേ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയ കാണത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ എല്ലാവരെയും അവിടുന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ല. ആ ക്രിട്ടിക്കൽ ഏരിയയിലുള്ളവർക്ക് പുനരധിവാസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് കൊണ്ടുവരിക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു ഇപ്പോഴും നമ്മൾ 10 വർഷം മുമ്പ് ഓഖി വന്നപ്പം പറഞ്ഞത് ഇത് ആദ്യത്തെ അനുഭവമാണെന്ന്, പ്രളയം വന്നപ്പോഴും ആദ്യത്തെ അനുഭവമാണ്. പക്ഷേ ഈ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ ഒരു ചെറിയ മഴയ്ക്ക് നമ്മുടെ മുമ്പിലുള്ള പാഠം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനിടയിൽ നെതർലാൻഡ് മാതൃകയിൽ റൂം ഫോർ ദ റിവർ എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കാം എന്നുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അത് പിന്നീട് അതിൽ അപ്ഡേറ്റുകളൊന്നും വന്നില്ല. അപ്പം എന്താണ് ഈ ഒരു മോഡൽ? അതുകൊണ്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കവും ഇത്ര ഉരുൾപൊട്ടലും തടഞ്ഞു നിർത്താൻ പറ്റുമോ? അല്ല, റൂം ഫോർ റിവർ കൂടുതലും ഫ്ലഡ് മാനേജ്മെന്റ്, പിന്നെ അതിൽ ഒരു പരിധി വരെ ഈ ലാൻഡ് സ്ലൈഡിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ അതിനാ പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെന്റ്. റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്, മനസ്സിലായി? അത് നെതർലാൻഡ്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത അതേപോലെ നമുക്ക് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. നെതർലാൻഡ്സിൽ ഇത് ഉണ്ടാക്കിയതിനേക്കാളും മുന്നേ തന്നെ കേരളത്തിലെ കുട്ടനാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം ഹൗ ടു ലീവ് വിത്ത് ദി വാട്ടർ ബിലോ സീ ലെവൽ എന്ന് പറഞ്ഞാൽ. യു ഡോണ്ട് ഹാവ് ടു ഗോ ടു ദി നെതർലാൻഡ്സ് ടു ഗെറ്റ് ദാറ്റ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജി. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള അഡാപ്റ്റേഷൻ ലോക്കലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ട്രഡീഷണലി നോക്കൂ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായ സമയത്ത് ആഫ്രിക്കയിൽ റിഫ്റ്റ് വാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഹ്യൂമൻ ജനറേഷൻ ദേ നോ ഹൗ ടു മൈഗ്രേറ്റ് ടു അതർ പ്ലേസസ് ഫോർ ദെയർ ബെറ്റർ ലിവിങ്, ഇല്ലേ? അതാണ് അഡാപ്റ്റേഷൻ. അപ്പം ഏത് ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്കും പലതരത്തിലുള്ള കൃഷിയിലായാലും പാർപ്പിട സംസ്കാരത്തിലായാലും ഈ ഫ്ലഡ് മാനേജ്മെന്റിലായാലും കൃഷി രീതിയൊക്കെ പണ്ടത്തെ വാട്ടർ കൺസർവേഷനാണ്. ഇപ്പോഴത്തെ നമ്മളെന്താ വെള്ളം മൊത്തം വന്നു കഴിഞ്ഞാൽ അത് ഒരുക്കി കളയുക. ഫ്ലഡ് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാമെന്ന് മാത്രമേ നമ്മുടെ ചർച്ചയുള്ളൂ. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ എല്ലിനോ ഇയർ ആണ്. ഇതിൽ ഈ ഒരു മഴയുടെ പിന്നെ നമുക്കൊരു തുലാവർഷമുണ്ട്. അത് നമുക്ക് നല്ലപോലെ കിട്ടിയാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകും. അതർവൈസ് തുലാവർഷം വീക്കാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതിലും മഴ കുറഞ്ഞാൽ ഈ മൺസൂൺ എങ്ങനെ ഇനിയിപ്പോൾ ഒരു 1.5 മാസമുണ്ട്. അപ്പം തുലാമഴയും ഈ മൺസൂൺ മഴയും വലിയ തോതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വലിയ വാട്ടർ സ്കേഴ്സിറ്റി ആയിരിക്കും നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലിനും ആയതുകൊണ്ട് ചൂടും കൂടുതലായിരിക്കും. അപ്പോൾ ചൂടും കൂടുതലും മഴയും കുറവാകുമ്പോഴത്തേനും അത് കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എന്താ ഉണ്ട്? പ്ലാനിങ് നമ്മളിപ്പം 6 മാസത്തിന് മുമ്പുള്ള ഇപ്പം പെയ്യുന്ന മഴയെന്ന് പറയുന്ന ഓരോ തുള്ളിയും ഒഴുക്കി വിടാനുള്ളതല്ല എന്നുള്ളതാണ്. ഇപ്പം കിട്ടിയ മഴ മൊത്തം നമുക്ക് എങ്ങനെ ഇരുന്ന് പോയാൽ മതി എന്നുള്ളതാണ്. ശരിയായ വാട്ടർ കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഡ്രൗട്ട് ഉണ്ടാകുമ്പോഴും ഫ്ലഡ് ഉണ്ടാകുമ്പോഴും അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ പെയ്യുന്ന വെള്ളത്തെ അപ്പോഴേ അറബിക്കടലിൽ എത്തിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ. അതാണ് പലപ്പോഴും വാട്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിനെ എങ്ങനെ മുമ്പേ പറഞ്ഞ പോലെ തണ്ണീർത്തടങ്ങളിലും നെൽവയലുകളിലും തടഞ്ഞു നിർത്തി കെട്ടി നിർത്തി മഴയില്ലാത്ത സമയത്ത് അത് നമ്മുടെ കിണറിലൂടെയും അരുവികളിലൂടെയും നദിയിലെത്തി, ഇതാണ് ഒരു വാട്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് പ്രകൃതിദത്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കി വന്നിട്ടുള്ളതിനെയും സംരക്ഷിക്കണം.
പോയത് പോയി, അതിന് തിരിച്ചു പിടിക്കാനും പറ്റത്തില്ല. പക്ഷേ കുറേയൊക്കെ നമുക്കത് റിജുനുവേറ്റ് ചെയ്യാൻ പറ്റും, ഉള്ളതിനെ സംരക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ അതാണ് സസ്റ്റൈനബിൾ എന്ന് പറയുന്നത്. ഫ്ലഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് മാനേജ് ബോത്ത് ഫ്ലഡ് ആൻഡ് ഡ്രൗട്ട്. കിട്ടുന്ന വെള്ളത്തെ ഒഴുക്കി കളയാന്ന് പറയുന്നതല്ല വാട്ടർ മാനേജ്മെന്റ്. വേണ്ട രീതിയിൽ സംരക്ഷിക്കുക, എക്സസിനെ എടുത്ത് കളയോ പോകുന്ന രീതിയിൽ, അതിൽ കൂടുതൽ വരുവാണെങ്കിൽ പോകാന്നുള്ളതുള്ളത്. സ്പോഞ്ച് സിറ്റി കൺസെപ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള അർബൻ ഫ്ലഡിങ് കുറയ്ക്കാൻ വേണ്ടി ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഈ പണ്ട് കാലത്തെ മഴയ്ക്കനുസരിച്ചാണ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് കാലത്ത് 100 മില്ലിമീറ്റർ മഴ 24 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന സ്ഥലത്ത് ഇപ്പം 100 മില്ലിമീറ്റർ മഴ 1 മണിക്കൂർ കൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡ്രെയിനേജിന് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡ്രെയിനേജ് ഓവർ ദി ഇയേഴ്സ് നമ്മുടെ കുറഞ്ഞു. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡ്രെയിനേജ് അങ്ങോട്ട് കുറഞ്ഞിട്ട് അതിൻ്റെ മേളിൽ സ്ലാബ് ഇട്ട് റോഡാണ്. ഒരുമാതിരി ഡ്രെയിനേജിൻ്റെ മേളിലില്ല, ഇപ്പം സ്ലാബ് ഇട്ട് റോഡാണ്, വണ്ടിയാണ് ഓടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കനാൽ സിസ്റ്റം 3-4 മീറ്ററുള്ള കനാലുകൾ വീതി കുറഞ്ഞ് 1 മീറ്റർ 2 മീറ്റർ, അതിനും പലയിടത്തും സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ വണ്ടി ഓടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളെങ്ങനെ, മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു, പക്ഷെ അതിനെ ഒഴുകിപ്പോകുന്നു. അപ്പോൾ നമ്മുടെ മാലിന്യ സംസ്കാരം പോലും അതാണ്. നമ്മളെ ഇപ്പം ഈ ബ്ലോക്കേജ് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യങ്ങളും നമ്മുടെ ഇപ്പോൾ നദികളുടെയൊക്കെ ഈ പാലങ്ങളുടെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, കല്ലും മരങ്ങളുടെ ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലും വേസ്റ്റുമാണ് വന്ന് അടിയുന്നത്. ഇത്തരത്തിൽ അവിടെയാണ് ഇൻഡിവിജ്വൽ ലെവലിൽ ഇതൊരു സിസ്റ്റത്തിനെയോ ഒരു സർക്കാരിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി ലെവലിലാണ്. ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ് യഥാർത്ഥത്തിൽ. പിന്നെ അത് കമ്മ്യൂണിറ്റിയിലേക്ക് വളർന്നു. കമ്മ്യൂണിറ്റി അല്ലല്ലേ, കമ്മ്യൂണിറ്റിയാണ് പിന്നീട് അത് വലിയ സൊസൈറ്റി ആയിട്ട് മാറുന്നത്. അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ തന്നെ അനുഭവിക്കും. ഓരോ ഫ്ലഡും നമ്മളിങ്ങനെ അനുഭവിക്കും. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ എത്ര 4-5 ദിവസമായില്ലേ സ്കൂളിന് അവധി കൊടുത്ത്, പിള്ളേർക്ക് ക്ലാസ് വന്നിട്ട് ഇല്ലേ. അപ്പം അത്തരത്തിൽ നമ്മൾ വീട്ടിലിരിക്കുക. എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ഫ്ലാറ്റിനകത്ത് കയറി ഇരിക്കാൻ, വെളിയിലിറങ്ങാൻ പറ്റില്ല. കോവിഡ് വന്നപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ കയറി ഇരുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു നോമിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇപ്പം നമ്മൾ യൂറോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാട്ടുതീ വലിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 രാജ്യങ്ങളെ ഒന്നടങ്കം കാട്ടുതീ ബാധിച്ചിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിലെല്ലാം ഹീറ്റ് വേവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാർ നേരത്തെ പറഞ്ഞു മേഘവിസ്ഫോടനം കേരളത്തിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് നമ്മൾ മേഘവിസ്ഫോടനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും പ്രതിഭാസങ്ങൾ, പ്രത്യേകിച്ചും കാട്ടുതീ പോലെയുള്ള വലിയ പ്രതിഭാസങ്ങൾ കേരളത്തിന് കാത്തിരിക്കുന്നുണ്ടോ? യൂറോപ്പിൽ ഉണ്ടാകുന്ന അതേ സ്കെയിലിൽ കേരളത്തിൽ ഉണ്ടാകണമെന്നില്ല. കേരളത്തിൻ്റെയും യൂറോപ്പിൻ്റെയും കാലാവസ്ഥ വ്യത്യാസമാണ്. യൂറോപ്പിൽ മൺസൂൺ ഇല്ല, കേരളത്തിൽ മൺസൂൺ ഉണ്ട്. അതാണ് ബേസിക്. അപ്പം മൺസൂൺ മഴ വരുന്നിടത്തോളം കാലം അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു കാട്ടുതീയോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞത് ഇത് മാറുമോ, ഇപ്പം മഴ പറഞ്ഞ പോലെ ഒരു 2 മാസം 3 മാസം നമുക്ക് കിട്ടേണ്ട മഴ കിട്ടുന്നില്ല, ചൂട് കൂടുതൽ. അപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നാലും കാട്ടുതീയൊക്കെ കേരളത്തിലുണ്ടാകാം. കാരണം നമ്മുടെ വനങ്ങൾ മൊത്തവും ഡ്രൈ ആയിട്ട് മരങ്ങൾ മൊത്തം ഉണങ്ങിയൊക്കെ പോയി. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ 2-3 മാസം നമുക്ക് മഴയില്ലാതെ നിൽക്കണം. പശ്ചിമഘട്ടത്തിന് മഴയില്ലെങ്കിലും വെള്ളം സംഭരിച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ വിസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അതർവൈസ് ഓരോ പ്രദേശത്തിനും അതിൻ്റേതായിട്ടുള്ള ടിപ്പിക്കൽ കാലാവസ്ഥയാണ്. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് യൂറോപ്പിൽ ഹീറ്റ് വേവ്സ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിപ്പോഴാണ് അത് ആഗോളതാപനവും എല്ലിനോയും കൂടെ ഉണ്ടായ ഒരു സംയുക്ത പ്രതിഭാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് യൂറോപ്പിലെ ഹീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 30-35 ഡിഗ്രി എന്ന് പറയുന്ന പോലെ അവർക്ക് അത് ഹീറ്റ് വേവ് അവിടെ. എല്ലിനോനെ ലോകം മുഴുവൻ വളരെ ഭീതിയോടെ കാണുകയാണ്. അപ്പം കഴിഞ്ഞ ഈ കാലാവസ്ഥ നിരീക്ഷിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്താൻ പോകുന്നത് 2026-ലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് തിരുത്തിയിട്ട് ഇല്ല, ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും ചൂടുള്ള കാലം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്തെ തന്നെ നമ്മൾ വലിയ പ്രതിസന്ധിയായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് രാത്രി പോലും ചൂടെടുത്ത് വീടിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം 2027-ലെ വേനൽക്കാലത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും ഈ പറയുന്ന മഴ ഒരുപക്ഷെ സംഭരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും 2027-ലെ വേനൽക്കാലത്തെ കേരളം നേരിടുക? അതൊരു ലോങ് ടൈം മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം എല്ലിനോ സാധാരണ വരുമ്പോൾ ഇപ്പോൾ ഒരു സൂപ്പർ എല്ലിനോ ആണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1988, 1997, 2015 ഇത് 3 എണ്ണമാണ് കഴിഞ്ഞ ഒരു 30 വർഷത്തെ 40 വർഷത്തെ സൂപ്പർ എല്ലിനോ ഉണ്ടായിട്ടുള്ളത്. ആ വർഷങ്ങളെല്ലാം ചൂട് കൂടരുത്. ഈ 24-ന് മുമ്പുള്ള ചൂട് കൂടിയ വർഷമായിരുന്നു 2015, 16. അപ്പം എല്ലിനോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടാനുള്ള ഒരു പ്രവണതയുണ്ട്. എല്ലിനോ സ്റ്റാർട്ട് ചെയ്ത് ലേറ്റ് ആയതുകൊണ്ടാണ് 2026 കവച്ച് വെച്ച് 2020-ലേക്ക് പോകാം എന്നുള്ള നമ്മുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്, ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിൽ എല്ലിനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ 2024-ലും ഒക്കെ ഇപ്പം കേരളത്തെ
സംബന്ധിച്ച് നടക്കുന്നത് നമ്മുടെ സ്പ്രിങ് ഏർലി ആകുന്നതാണ്. അപ്പോൾ നമ്മുടെ വിൻ്റർ അങ്ങോട്ട് ഡ്യൂറേഷൻ കുറഞ്ഞിട്ട് നമുക്കൊരു ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആകുമ്പോൾ തൊട്ട് നമുക്കൊരു സ്പ്രിങ് കണ്ടീഷൻ തുടങ്ങി സമ്മറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പൊതുവേ നമുക്ക് മഴയില്ല, താപനില കൂടി, അപ്പോൾ ഉള്ള ബാഷ്പങ്ങളൊക്കെ നമ്മൾ സോയിൽ മോയ്സ്ചർ നഷ്ടപ്പെടും, വെള്ളം കുറയും. ആ സമയത്ത് മഴയും കൂടെ മാറി നിന്നല്ലേ മഴ പിന്നെ അതിന് മുമ്പ് ലഭിച്ച തുലാമഴയൊക്കെ വീക്കാണെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് അവർ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തുലാമഴയിൽ എത്രത്തോളം അല്ലെ ഇനിയുള്ള അങ്ങോട്ട് എത്രത്തോളം മഴ നമുക്ക് ഒഴുക്കിക്കളയുന്നതിനേക്കാളും കൂടുതൽ എത്രത്തോളം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കയറ്റിയിട്ട് പിടിച്ചു വെക്കാൻ പറ്റും എന്നുള്ള ഇത് അനുസരിച്ചിരിക്കും 27 തുടക്കത്തിൽ നമ്മൾക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ഹീറ്റ് വേവ്സും ഡ്രൗട്ടും രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ വില്ലനാണ്. ഹീറ്റ് വേവ് പ്ലസ് ഡ്രൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റാണ്. അത് എല്ലാ മേഖലയിലും ബാധിക്കും. ഈ സ്പ്രിങ്ങിന്റെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു തിയറി പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് നേരത്തെ തന്നെ മാവ് പൂക്കുന്നു, കണിക്കൊന്ന വരുന്നു, ഇതൊക്കെ വരൾച്ചയെ സൂചിപ്പിക്കുന്നതാണെന്ന്. അത്തരം അത് റിലേറ്റഡ് അത് പിന്നെ കാലാവസ്ഥ അത് തന്നെയല്ല. ഇപ്പം പല പല പൂക്കളും ഒക്കെ പുഷ്പിക്കും. സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ഏർലി സ്പ്രിംഗ് ആകുമ്പോഴത്തേനും അത് നേരത്തെ പൂക്കും. അതേസമയം ഈ ലാർവയൊക്കെ ഉണ്ടല്ലോ, ഈ പൂമ്പാറ്റ അല്ലെങ്കിൽ ലാർവ, അത് കുറച്ച് അതിൻ്റെ സൈക്കിൾ ഇച്ചിരി കൂടെ ഡിലേഡ് ആണ്. അതിന് ഇതുമായിട്ട് ഈ ചെടികൾ എളുപ്പം പ്രതികരിക്കും, പക്ഷെ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ കുറച്ച് ലേറ്റായിട്ടേ പ്രതികരിക്കത്തുള്ളൂ. അപ്പം അത് ലാർവയൊക്കെ പൂത്ത് വരുമ്പോഴത്തേന് ഈ പൂ ഓൾറെഡി പൂത്ത് തേനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് മിസ് ചെയ്യും. അപ്പോൾ ഇതിനാ പറയുന്ന ഒരു ഫിനോളജിക്കൽ മിസ്മാച്ച് എന്നൊക്കെ പറയും. നമ്മൾ ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ജീവജാലങ്ങളും നമ്മൾ മനുഷ്യരും എല്ലാം നിലനിൽക്കുന്നത്. അപ്പം ഒരെണ്ണത്തിൻ്റെ സൈക്കിളിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ, ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കിയുള്ള സ്പീഷീസിൽ അതിന് മാറ്റം വരും. അപ്പോൾ ഇത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം, ഈ ചൂട് കൂടുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും ചൂടും മാത്രമല്ല, നമ്മുടെ ചുറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ ആവാസ വ്യവസ്ഥയിലും ഒക്കെ നമുക്ക് ഇത് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെയൊന്നും നമ്മൾ കാണുന്നില്ല, മനസ്സിലല്ലേ? അതാണ് നമുക്ക് മഴ പെയ്തിട്ട് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പറഞ്ഞൊരു കാര്യം. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദിസ് ടൈം.